ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്രം. നടപടി ഊർജിതമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്രവാദങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്ന് ഹർജിയിൽ ആരോപണമുണ്ട്. ജനാധിപത്യത്തിന് കരുത്തു പകർന്ന വിധിയാണ് ഇത് എന്ന് നിയമമന്ത്രി പി രാജീവ് പറയുന്നുണ്ട്. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, ഗവർണറും രാഷ്ട്രപതിയും ബില്ലുകളിൽ അടയിരിക്കണമോ? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ആണ് BJP പ്രതിനിധിയായി ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇതിൽ സുപ്രീം കോടതി കൃത്യമായി വിധി പറഞ്ഞിരിക്കുന്നു. നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഇതിൽ എന്തിന് അനന്തമായി ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ അടയിരിക്കണം എന്നുള്ള ചോദ്യം തന്നെയാണ് പൊതുവെ ഉയരുന്നത്. അപ്പോൾ ഇനിയും കേന്ദ്രത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണ് ഈ വിധിയിന്മേൽ? കേന്ദ്രത്തെ ഒന്നും അസ്വസ്ഥപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ഭരണഘടന ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലും അതിനുശേഷം ഇടതുപക്ഷ മുന്നണികൾ പിന്തുണച്ചിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലും ഒക്കെ ബില്ലുകൾ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഒക്കെ അയക്കുന്ന സാഹചര്യങ്ങളിൽ അത് സമയമെടുത്ത് പരിശോധനകൾ നടത്തി കേന്ദ്ര നിയമങ്ങൾക്കും അതുപോലെ തന്നെ ഭരണഘടനയ്ക്കും വിരുദ്ധമായിട്ടുള്ള നടപടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഗവർണർമാർ അനുമതി നൽകുകയോ അനുമതി നിഷേധിക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യുന്ന സാഹചര്യം, ഈ 3 സാഹചര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലൊക്കെ മാസങ്ങളല്ല വർഷങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ആ തരത്തിൽ ബില്ലുകൾ പിടിച്ചു വെക്കുകയോ അവസാനം അത് തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അത് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റുമായി തർക്കമുണ്ടായിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പക്ഷെ അതേസമയം തന്നെ ഈ വിധി ഭരണഘടനാനുസൃതമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് പുനഃപരിശോധിക്കാൻ സ്വാഭാവികമായും സുപ്രീം കോടതി തയ്യാറാകേണ്ട ഒരു സാഹചര്യം ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് തന്നെ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചത് ആർട്ടിക്കിൾ 142 സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഭരണഘടനയുടെ 200ാമത്തെ ആർട്ടിക്കിൾ വിവക്ഷിച്ചുകൊണ്ട് അതിലെ വസ്തുതകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾക്കും ഒരു സമയക്ലിപ്തത വരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ 201 പ്രകാരമുള്ള ആർട്ടിക്കിൾ 201 പ്രകാരമുള്ള നടപടികൾ കൂടി അതിൻ്റെ ഭാഗമായി മാറുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണർമാർ മാത്രമല്ല പ്രസിഡന്റിന് കൂടി സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു നടപടിക്രമം ഉണ്ടാകുന്നു. സാധാരണ നിലക്ക് ആ തരത്തിൽ ഭരണഘടനയിൽ ഒരു വിവക്ഷയില്ല. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മുടെ നിയമസഭകൾ ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ ബില്ല് ഗവർണർക്ക് അയച്ചാൽ ആ ബില്ല് ഗവർണർ പരിശോധിച്ച് കേന്ദ്ര നിയമങ്ങൾക്കോ ഭരണഘടനക്കോ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് സാധാരണ നിലക്ക് അതിന് അനുമതി കൊടുക്കണമോ അതല്ലെങ്കിൽ തിരിച്ചയക്കണമോ അനുമതി നിഷേധിക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. അതല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺസെന്റിന് വേണ്ടി അത് വിടണമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്രസിഡന്റിന്റെ അസന്റിന് വേണ്ടിയിട്ടോ ഇനി ഗവർണർമാർ തന്നെയോ ഒരു നടപടി സ്വീകരിക്കുന്ന സമയത്ത് അതിൽ സമയക്ലിപ്തത എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻകാലഘട്ടങ്ങളിലെ വിധിയിൽ പോലുമില്ല. ഇപ്പോൾ ഈ ബെഞ്ച് വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് പഞ്ചാബിലെ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവർണർ ഓഫ് പഞ്ചാബ് വേഴ്സസ് അതേഴ്സ് എന്ന് പറയുന്ന കേസിനകത്ത് ബഹുമാനപ്പെട്ട 3-അംഗ സുപ്രീം കോടതിയുടെ ബെഞ്ച് അതിൽ സമയക്ലിപ്തത തീരുമാനിക്കുകയല്ല 3-അംഗ ബെഞ്ച് ചെയ്തത്. അതിന് പകരം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ഭരണഘടനയിലെ 200ാം വകുപ്പിൽ പറയുന്ന നടപടികൾക്ക് വിധേയമായി ഗവർണർമാർ തീരുമാനമെടുക്കാനുള്ള സമയം കുറക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ ഭരണഘടനാനുസൃതമായിട്ടുള്ള 3-അംഗ ബെഞ്ചിന്റെ വിധിയോടെ എത്രയും വേഗത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നത് തന്നെയല്ലേ ഭരണഘടനയും അനുശാസിക്കുന്നത്. അത് കൃത്യമായി ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒക്കെ ഇങ്ങനെ അവരൊന്നും ഗുമസ്തന്മാരല്ലല്ലോ, ഇങ്ങനെ കൃത്യമായി ഇത്ര ദിവസത്തിനകം എന്ന് പറയാതിരുന്നത് ഭരണഘടനാപരമായ ഒരു മര്യാദ കൂടിയാണ്. അത് പാലിക്കപ്പെടാതെ പോയപ്പോൾ സുപ്രീം കോടതിക്ക് പരമോന്നത നീതിപീഠത്തിന് ഇടപെടേണ്ടി വന്നതല്ലേ ഇവിടെ?
ഈ വിഷയത്തെ സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത്, അതിൻ്റെ ഡിബേറ്റുകൾ നടക്കുന്ന സമയത്ത് ധാരാളം ഡിബേറ്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വിധിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു സമയക്ലിപ്തത അന്ന് വരുത്താത്തതിൻ്റെ കാരണം ഒരുപക്ഷെ ദീർഘദൃഷ്ടിയുള്ള ഈ ഭരണഘടനാപരമായി ഈ വിഷയങ്ങൾക്കുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് കേന്ദ്രം എടുക്കേണ്ട തീരുമാനമുണ്ടാകും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ എടുക്കേണ്ട തീരുമാനമുണ്ടാകും, കേന്ദ്രവും സംസ്ഥാനവും ചേർന്നെടുക്കേണ്ട തീരുമാനങ്ങളുണ്ടാകും. ഒരു സംസ്ഥാനം എടുക്കുന്ന തീരുമാനമോ ഒരു ബില്ലോ ഒരു നിയമമോ മറ്റൊരു സംസ്ഥാനത്തിന് എതിരായി നിൽക്കുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തർക്കങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു സമയക്ലിപ്തത വെക്കുക, അതല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ വന്നാൽ ആ സമയക്ലിപ്തതയ്ക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമമായി മാറും എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മുടെ നിയമ സംവിധാനത്തിനനുസരിച്ച്, ഭരണഘടനയ്ക്കനുസരിച്ച് അത് യോജിക്കുന്നതാണോ എന്നുള്ളത് ചർച്ച ചെയ്തതിന് ശേഷമാണല്ലോ അന്ന് സമയക്ലിപ്തത വെക്കാതിരുന്നത് ഭരണഘടനാ ശില്പികൾ. അപ്പോൾ അതിനൊരു കാരണമുണ്ടാകും. അതിനൊരു പ്രധാനപ്പെട്ട വിഷയം, ഉദാഹരണത്തിന് കേരളവുമായി മറ്റൊരു സംസ്ഥാനത്തിന്, തമിഴ്നാടാവട്ടെ കർണാടകയാവട്ടെ, നമ്മുടെ അതിർത്തികൾ പങ്കിടുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തെ സംബന്ധിച്ച് നമ്മുടെ നിയമസഭ ഒരു ബില്ല് പാസാക്കിയാൽ ആ ബില്ല് അംഗീകരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ തയ്യാറാവില്ല. ഇനി അത് മാത്രമല്ല, കേന്ദ്ര നിയമത്തിനെതിരായി ഒരു ബില്ല് സംസ്ഥാന നിയമസഭ പാസാക്കിയാൽ അത് അംഗീകരിക്കാനോ അത് മുന്നോട്ട് പോകാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് ഡീംഡായി, അത് ആ സമയക്ലിപ്തത കഴിഞ്ഞാൽ അത് നിയമമായി അംഗീകരിക്കപ്പെടണം എന്ന് പറയുന്ന സാഹചര്യം ഭരണഘടനാനുസൃതമായി ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ 10ഓളം ബില്ലുകളാണ് തമിഴ്നാട്ടിൽ ഗവർണർ RN രവി തടഞ്ഞു വെച്ചത്. അത് 3 വർഷത്തോളം കാലം. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഗവർണർക്ക് തന്നെ കോടതിയിൽ ഇതിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉള്ള കാര്യം ചൂണ്ടിക്കാട്ടാമായിരുന്നില്ലേ? അതങ്ങനെ കൃത്യമായി വാദമുഖം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ 2-അംഗ ബെഞ്ച് അതവിടെ അംഗീകരിക്കുമായിരുന്നില്ലേ? ഇങ്ങനെ ഒരു വിധി വരുമായിരുന്നോ? അപ്പോൾ അനാവശ്യമായ കാലതാമസം അത് പരമോന്നത നീതിപീഠത്തിന് ബോധ്യപ്പെട്ടു എന്നത് തന്നെയല്ലേ ഈ വിധി സൂചിപ്പിക്കുന്നത്? അങ്ങനെ ഒരു വിവക്ഷ വിധിയിലില്ല. അതിന് പകരം ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു ബില്ലുകൾ പിടിച്ചു വെക്കുന്ന സമയക്ലിപ്തതയെ സംബന്ധിച്ചുള്ള തമിഴ്നാടിൻ്റെ വാദത്തെ അതിനൊരു സമയക്ലിപ്തത തീരുമാനിച്ചുകൊണ്ട് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ള വാദങ്ങൾ അത് പ്രധാനമായും ഭരണഘടനയിൽ അനുസരിക്കുന്നതിനനുസരിച്ച് സമയക്ലിപ്തത വെക്കുന്നതിലുള്ള പ്രശ്നം അത് ചൂണ്ടിക്കാണിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ സുപ്രീം കോടതിക്ക് മുൻപിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സമയക്ലിപ്തത വെക്കാൻ കോടതിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ, കോടതികൾക്ക് വിധി പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ യുക്തിക്കും അതിൻ്റെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വിധികൾ പ്രഖ്യാപിക്കുന്നതിൽ ഒരു തെറ്റും നമ്മുടെ രാജ്യത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന നിയമങ്ങളാണ്, അങ്ങനെ ഉണ്ടാകുന്ന പ്രസിഡൻസ് ആണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നിയമങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ തെറ്റ് കാണേണ്ടതില്ല. പക്ഷെ അതേസമയം തന്നെ അതിൻ്റെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 3-അംഗ ബെഞ്ചിൻ്റെ വിധി തൊട്ട് മുൻപോടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണ്. ആ ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ 5-അംഗ ബെഞ്ച് ഉണ്ടാകണം എന്നുള്ളത് 1977 1/2/2077 മുതലുള്ള 145(3) അതിൻ്റെ പെർവ്യൂവിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ തരത്തിൽ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിൾ വിവക്ഷിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ചുരുങ്ങിയത് 5 അംഗങ്ങളുള്ള ജഡ്ജിമാർ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ 5 അംഗ ജഡ്ജിമാർ ഉണ്ടാകണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയിൽ 8 അംഗങ്ങൾ മാത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 ജഡ്ജിമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 5 അംഗ ജഡ്ജിമാർ വേണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാർ കൂടി ചേർന്നിട്ട് വേണം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞു. അതിനുശേഷവും നമ്മുടെ ഭരണഘടനാ ബെഞ്ചുകൾ 7-അംഗ ബെഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൽ കൂടുതൽ 13-അംഗ ജഡ്ജിമാർ ചേർന്നുകൊണ്ടുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പരിഗണിച്ചിട്ടുള്ള ബെഞ്ചുകൾ സുപ്രീം കോടതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ പുനഃപരിശോധനാ ഹർജിയുമായി ഇപ്പോൾ കേന്ദ്രം പോകുന്നത് ഈ 2-അംഗ ബെഞ്ചിലേക്ക് തന്നെയല്ലേ? ഇതേ ജഡ്ജിമാരുടെ ഇതേ ബെഞ്ചിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അപ്പോൾ ഇതിൽ കൂടുതൽ, അതായത് 2023 തമിഴ്നാട് കൊടുത്ത കേസാണ്. അതിനിടയ്ക്ക് വിശദമായി വാദം കേട്ടതാണ്. ഇതൊക്കെ കൃത്യമായി കോടതി പരിശോധിച്ചുകൊണ്ടാണ് 415 പേജുള്ള വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതേ ബെഞ്ചിൽ പുനഃപരിശോധനാ ഹർജിയുമായി പോയാൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ നീതിന്യായ കോടതികൾ, ആ കോടതികളുടെ മുൻപിൽ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ വിധിക്ക്
ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് അതേ കോടതിയുടെ നമ്മുടെ കോടതികളുടെ സംവിധാനം അനുസരിച്ച് റിവ്യൂ പെറ്റീഷൻ നൽകാൻ കഴിയുക അതേ കോടതിയിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ കോടതിക്ക് അത് ബോധ്യപ്പെടുകയോ അതല്ലെങ്കിൽ ആ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് കാണുകയോ ചെയ്താൽ സ്വാഭാവികമായും എത്രയോ വിധികൾ പുനഃപരിശോധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിധികൾ റീകോൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു തെറ്റുമില്ല. സോമോട്ടോ കോടതികൾ റീകോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, സോമോട്ടോ വിധികൾ റിവ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഭരണഘടനയ്ക്ക് നിരക്കാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമത്തിന് തെറ്റായിട്ടുള്ള കാര്യമല്ല. കോടതികൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അത് കേൾക്കാനുള്ള സാഹചര്യം കോടതികളിനകത്തുണ്ട്. ഇനി ആ തരത്തിൽ ഒരു വിഷയം റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഉന്നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അതേ ബെഞ്ചിന് തന്നെ തോന്നുകയാണ് ഇത് മറ്റ് ഹർജികൾ കൂടി ഈ കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന സാഹചര്യമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള ഹർജികൾ പരിഗണിക്കാൻ പോവുകയാണ് കോടതി. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇത് വിശാലമായിട്ടുള്ള ഒരു ബെഞ്ച് കേൾക്കണമെന്നോ ഇനി അതല്ല ഭരണഘടനാ ബെഞ്ച് കേൾക്കണമെന്നോ ഉള്ള ഒരു അഭിപ്രായം രൂപപ്പെട്ടാൽ സ്വാഭാവികമായും അതിനനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക. അതുകൊണ്ട് കോടതികൾ റിവ്യൂ ചെയ്യുക, വിധികൾ റിവ്യൂ ചെയ്യുക, വിധികൾ പുനഃപരിശോധിച്ചുകൊണ്ട് നടപടികൾ പ്രഖ്യാപിക്കുക, വിധികൾ റീകോൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നിയമ സംവിധാനത്തിലും ഭരണഘടനയ്ക്കനുസരിച്ചും സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അത് കോടതികൾക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ ഇനി അതല്ല വിധികളുടെ ടെക്നിക്കൽ എറേഴ്സ്, ലീഗൽ എറേഴ്സ്, ക്ലറിക്കൽ എറേഴ്സ് ഏത് സംഭവിച്ചാലും കോടതികൾക്ക് വിധി റിവ്യൂ ചെയ്യാം, അതല്ലെങ്കിൽ അത് പുനഃപരിശോധിച്ചുകൊണ്ട് പുതിയ വിധി പ്രഖ്യാപിക്കാം, മറ്റൊരു ബെഞ്ചിന് വിടാം, ഒരു ഹയർ ബെഞ്ചിന് വിടാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. കൃഷ്ണദാസ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അവസാനമായി. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണല്ലോ. അപ്പോൾ മറ്റിടങ്ങളിലൊന്നും ഈ പ്രശ്നമില്ല. അവിടെയാണ് നമ്മൾക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളാൽ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെച്ചു എന്ന ആരോപണമോ ആക്ഷേപമോ ഒക്കെ ഉയർത്തേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, തെലങ്കാനയിൽ, പശ്ചിമ ബംഗാളിലൊക്കെയാണ് ജഗ്ദീപ് ധൻഖർ അവിടെ ഗവർണറായിരിക്കുമ്പോൾ എത്ര ബില്ലുകളാണ് പശ്ചിമ ബംഗാളിൽ തടഞ്ഞു വെച്ചത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത പ്രശ്നം BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്നിടത്താണ് ഈ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ തെറ്റായിട്ടുള്ളൊരു വിവക്ഷയാണ് പറഞ്ഞത്. അതിൽ യാതൊരു സാങ്കത്യവുമില്ല. നിങ്ങൾ ബില്ലുകൾ സർക്കാരുകൾ പാസ്സാക്കുന്ന ബില്ലുകൾ, അതായത് സംസ്ഥാന നിയമസഭകളാണെങ്കിലും ഇനി പാർലമെന്റ് ആണെങ്കിലും പാസ്സാക്കുന്ന ബില്ലുകളെ സംബന്ധിച്ച്, നിയമങ്ങളെ സംബന്ധിച്ച് ഗവർണർമാർ അസന്റ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇനി പ്രസിഡന്റ് പരിഗണിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും വലിയ വിവാദമുണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഏറ്റവും വലിയ വിവാദമുണ്ടായത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നിയമത്തെ അങ്ങനെ തന്നെ പ്രസിഡന്റ് എത്ര കാലമാണ് പിടിച്ചു വെച്ച് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. എത്രയോ ഗവർണർമാർ, എത്രയോ പ്രസിഡന്റുമാർ ആ തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ബില്ലുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തെ അല്ലെങ്കിൽ മോഡി ഭരണകാലത്തെ ബില്ലുകൾ മാത്രം കാണുന്നതുകൊണ്ടാണ് അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പ്രശ്നം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. അതൊരു പ്രത്യേക പ്രതിഭാസമായി കാണപ്പെടുന്നു മോദി സർക്കാർ ഭരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞത് ഇതിലൊരു പ്രതിഭാസമില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചെയ്ത നടപടിയെക്കുറിച്ചാണ്, അല്ലാതെ BJP ഭരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ട് അതിലൊരു വ്യത്യാസവുമില്ല. അങ്ങനെ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി, കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി ഒരു നടപടി ഉണ്ടായാൽ അത് മറ്റ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ, കേന്ദ്ര നിയമത്തെ ബാധിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും ഗവർണർമാർ അതിൽ നടപടികൾ എടുക്കുകയോ മാറ്റിവെക്കുകയോ അത് കൂടുതൽ സമയമെടുക്കുകയോ ചർച്ചകൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന സ്വാഭാവികമായ നടപടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ ബില്ലിനെ കുറിച്ച് നടത്തിയ നടപടിയെക്കുറിച്ച് പറഞ്ഞത്. അതിലൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് BJP ഭരിക്കുന്നു, അതുകൊണ്ട് ഗവർണർമാർ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. UPA ഭരണ കാലഘട്ടത്തിൽ, അത് ഇടതുപക്ഷം പിന്തുണച്ച കാലഘട്ടത്തിലാണെങ്കിലും ഇനി അതല്ല കോൺഗ്രസിന്റെ മാത്രം മൃഗീയ ഭൂരിപക്ഷം, നിങ്ങൾ ആലോചിക്കേണ്ടത് രാജീവ് ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം 4/3 കൂടുതൽ ഭൂരിപക്ഷം പാർലമെന്റിലുള്ള കാലഘട്ടത്തിലാണ് അന്ന് പ്രസിഡന്റ് ആ പാർലമെന്റിന്റെ നിയമത്തെ അങ്ങനെ തന്നെ മാറ്റിവെച്ചത് മാസങ്ങളോളം, വർഷങ്ങളോളം. അപ്പോൾ അതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നവും സ്വാഭാവികമായുള്ള നടപടിക്രമത്തിന്റെ ഭാഗമല്ലാതെ ഇല്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയവും കാണേണ്ടതില്ല. രാഷ്ട്രീയം കാണേണ്ടത് ഞാൻ ഒന്ന് പൂർത്തിയാക്കാം. രാഷ്ട്രീയപരമായി നിയമസഭകൾ ഏതെങ്കിലും തരത്തിൽ ബില്ലുകൾ പാസ്സാക്കാൻ
പാസ്സാക്കുമ്പോഴാണ്. ആ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തെ നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ കേന്ദ്ര നിയമങ്ങൾക്കും നമ്മുടെ വ്യവസ്ഥാപിത നിയമ സംവിധാനങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് മാത്രമേ പാസ്സാക്കാനും നടപ്പാക്കാനും കഴിയൂ. അതിൽ രാഷ്ട്രീയം കണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചാൽ അത് നടപ്പാകുമോ എന്നുള്ളത് ഭരണഘടനാപരമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിലപാട് വ്യക്തമാണ്. പക്ഷേ പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. കാരണം ജനപ്രതിനിധി സഭയ്ക്ക് മുകളിലല്ല ഗവർണറും രാഷ്ട്രപതിയും എന്ന് അടിവരയിടുന്നതായിരുന്നു ആ വിധി പ്രസ്താവം. ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി നൽകുകയാണ്. അതിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ കൃഷ്ണദാസ് നമ്മളോട് വ്യക്തമാക്കിയത്. വളരെയധികം നന്ദി ഏതായാലും ഈ സംവാദത്തിന് എത്തിയതിന് കൃഷ്ണദാസ്.